ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളെ എല്ലാവരെയും കർത്താവിൻ്റെ പ്രത്യേകമായ അകത്തേക്ക്, കർത്താവിൻ്റെ പ്രത്യേകമായ പരിരക്ഷണത്തിനകത്തേക്ക് കർത്താവ് നമ്മളെ ഉൾപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചിരിക്കുക. ഒരു പരുന്തിനും ഒരു അനാവശ്യമായ വ്യക്തികൾക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കും അല്ലെങ്കിൽ കാര്യങ്ങൾക്കും നിങ്ങളെ പറിച്ചെടുത്തു മാറ്റാൻ സാധ്യമല്ല. കാരണം നിങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആടുകളാണ്. എത്ര പേർ ചേർന്നൊരു ആമീൻ പറയും. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു വെൽവിഷർ എലൈറ്റ് സ്പോൺസറാണ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കൾ 3 പേരും ദൈവിക പരിജ്ഞാനത്തിൽ ജീവിതം നയിക്കുവാൻ, മക്കളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും പൂർണ്ണ വിടുതലുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വ്യാഴാഴ്ച ഞാൻ ഖത്തറിലേക്ക് വരികയാണ്. വെള്ളിയാഴ്ച ദുബായിലുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ട് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നവംബർ 8, 9 തീയതികളിൽ നടക്കുകയാണ്. വിമൻസ് ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. 2024 ഗ്ലോ 2024 എന്ന പേരിൽ നടക്കുന്ന മീറ്റിംഗ്. കൂടുതൽ ഡീറ്റെയിൽസ്, ഗസ്റ്റ് സ്പീക്കേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. രജിസ്റ്റർ ചെയ്യുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നുള്ളതാണ്. അന്ധമായ വിശ്വാസം. അന്ധവിശ്വാസമല്ല, കണ്ണു അടച്ചിട്ടുള്ള വിശ്വാസം. ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് 1358 മോർണിംഗ് ഗ്ലോറി ആണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയാം. ഇത്രയും ദിവസങ്ങൾ ഇത് തുടരാനും ഇതിലൂടെ ലോകരാജ്യങ്ങളിൽ പലരെയും കർത്താവ് സ്പർശിച്ചു, സൗഖ്യമാക്കി പലരെയും. എല്ലാറ്റിലുപരിയായി വചനത്തിൽ എങ്ങനെ പറയേണ്ടത്, വേരൂന്നാൻ, വചനത്തെ ഇഷ്ടപ്പെടാൻ ഒക്കെ പലർക്കും ഇടയായി. ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് ഞാൻ ഒത്തിരി ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ ഓഡിയോ ഒക്കെ ഇങ്ങനെ മൊബൈലിൽ പിടിച്ച് കേൾപ്പിക്കുമായിരുന്നു. അപ്പം അധികം ടീച്ചിങ്ങിന് സമയം കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അധികം സാക്ഷ്യങ്ങളിലേക്ക് പോകാറില്ല. എങ്കിലും ഞാൻ പറയുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. എങ്ങനെ ഈ മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നു അതെന്നോട് പറയണം. ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പ് നമ്പറിലൊക്കെ ദയവായി ഒന്ന് അയക്കുക. ഇത് തുടരാൻ അതെനിക്കൊരു പ്രചോദനമാണ്. മാത്രമല്ല, അത് ദൈവനാമത്തിന് മഹത്വമല്ലേ. സാക്ഷ്യം പറയുമ്പോൾ മനുഷ്യരല്ലല്ലോ മഹിമപ്പെടുന്നത്, ദൈവമല്ലേ മഹിമപ്പെടുന്നത്. എനിവേ, ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൗ ടു അപ്രോച്ച് ജീസസ്, ഹൗ ടു അപ്രോച്ച് ഗാഡ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടത്. ഇന്നലെ ഞാൻ സവിസ്തരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒത്തിരി പേർക്കും ഇന്ന് ഭൂമിയിലുള്ള ശതകോടികൾ, ഒത്തിരി പേർക്കും ദൈവസന്നിധിയിലേക്ക് എങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അവരെ ബ്ലോക്ക് ചെയ്യുന്നത് പലരാണ്. ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതിൽ പിശാച് മനുഷ്യരെ ബ്ലോക്ക് ചെയ്യും. കാരണം ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ രക്ഷപ്പെടും. എനിക്കറിയാം, ചിലരോടൊക്കെ ചിലർ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞു. എന്നെ ഇപ്പോൾ ചിലർ ബ്ലെസ്സിംഗ് ടുഡേയിലെ പ്രാർത്ഥനകളിലൊക്കെ പോയി, അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ ഇത് കണ്ടിട്ട് എനിക്കിങ്ങനെ ഒരു വിടുതൽ കിട്ടി, സൗഖ്യം കിട്ടി, എല്ലാറ്റിലുപരിയായി എനിക്ക് നിത്യജീവൻ കിട്ടി, ഞാൻ യേശുവിൽ വിശ്വസിച്ചു, യേശുവിൻ്റെ രക്ഷകനായി മാറി, ജീവിതത്തിൽ സമാധാനം കിട്ടി. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സംഭവിക്കുന്നത്, പിശാച് പലതരത്തിൽ തടസ്സങ്ങളിടും. ഈവൻ അതിശ്രേഷ്ഠ അപ്പസ്തോലനായ ഒരു സൂപ്പർ അപ്പോസിൽ ആയിരുന്ന പൗലോസ് പോലും, എനിക്കൊന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പല സ്ഥലങ്ങളും പറയുന്നത് സാത്താൻ ഞങ്ങളെ തടുത്തു. അപ്പോൾ സാത്താൻ്റെ ഒരു പരിപാടിയാണ് എന്ത്? തടുക്കുക. ദൈവത്തിലേക്ക് മനുഷ്യർ വരുന്നതിൽ തടുക്കുന്ന ഒരു പൈശാചിക പ്രവർത്തനം ഭൂമിയിലുണ്ട്. ഇതിനെ അതിജീവിച്ചെങ്കിൽ മാത്രമേ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റൂ. ഞാൻ ഈ അനുഭവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ആ നാളുകളിൽ, ഏകദേശം 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, എനിക്ക് എല്ലാ സൺഡേയും പ്രാർത്ഥനയ്ക്ക് പോകണം, ഭയങ്കര ആഗ്രഹമാണ്. അകത്തിങ്ങനെ ബേണിംഗ് ഡിസയർ, ആരാധനകൾക്ക് പോകണം. പക്ഷേ വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി.
പലപ്പോഴും മനുഷ്യരെ പിശാച് കയ്യിലെടുക്കും. ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന മതവിഭാഗങ്ങളിലെ സഭാവിഭാഗങ്ങളിൽ പലരുമായിരിക്കാം. അപ്പോൾ പല ആഴ്ചകൾ എനിക്ക് പോകാൻ പറ്റാതെ വണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫാദർ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അന്ന് എന്നെ ആരാധനയിൽ വിടാതിരിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ ഓഫ് ഡേ, അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിലെ ഓഫ് വെള്ളിയാഴ്ചകളിലാണ്. സൺഡേ വർക്കിംഗ് ഡേ ആണ്. പക്ഷെ സൺഡേ ഓഫ് എടുക്കും, ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കും ഞാൻ പ്രാർത്ഥനകൾക്ക് പോകാതിരിക്കാൻ വേണ്ടി. ശനിയാഴ്ച വൈകിട്ട് എൻ്റെ എല്ലാ ഡ്രസ്സും അപ്രത്യക്ഷമാവും. പുറത്ത് ഉപയോഗിക്കാവുന്ന ഒരു ഡ്രസ്സ് പോലും കാണില്ല. അതെല്ലാം മാറ്റിക്കളയും, വാർഡ്രോബ് പൂട്ടിക്കളയും. അന്ന് എനിക്കൊരു സൈക്കിളേ ഉള്ളൂ. ആ സൈക്കിള് പൂട്ടി താക്കോല് പോകും. പിറ്റേ ദിവസം ആരാധനകളിൽ പോകാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിട ദിവസം കോളേജിൽ നിന്ന് ഏതോ രീതിയിൽ സ്കിപ്പ് ചെയ്ത് ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടെ ഒരാൾ എന്നെക്കുറിച്ചൊരു വിഷൻ കാണും. ഡാമിയൻ, നിന്റെ മുമ്പിൽ കുറേയധികം തടികൾ എന്ന് പറഞ്ഞാൽ വലിയ തടികൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. മുന്നിലേക്ക് പോകാതിരിക്കാൻ, ആത്മീയ ജീവിതത്തിൽ മുന്നിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി തടികൾ കൊണ്ടുവന്നിട്ടിരിക്കും. നീ അതിനെ ചാടി കടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സാത്താൻ കൊണ്ടുവരുന്ന തടസ്സങ്ങൾ, അതിനെ ജയിച്ചേ പറ്റും. ഞാൻ പിറ്റേ സൺഡേ ഇതുപോലെ തന്നെ എൻ്റെ ഫാദർ അവധിയെടുത്ത് വീട്ടിലുണ്ട്. വസ്ത്രങ്ങളില്ല, സൈക്കിളിൻ്റെ കീയില്ല, എല്ലാ വഴികളും അടഞ്ഞു, പോകാൻ പറ്റാത്ത രീതിയിൽ. അപ്പം ഞാൻ വീട്ടിൽ ധരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ വിഷൻ എനിക്ക് ഓർമ്മ വന്നു, എങ്ങനെയെങ്കിലും ഇതിനെ ജയിച്ചേ പറ്റൂ. കാരണം എൻ്റെ നിത്യജീവനാണ്, എൻ്റെ ആത്മീയ ജീവനാണ്, എനിക്ക് വളരണം. രക്ഷിക്കപ്പെട്ട് ഏതാനും ആഴ്ചകളോ മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടാതെ എൻ്റെ ഫാദർ വന്ന്, ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് വീടിൻ്റെ മെയിൻ ഡോർ കഴിഞ്ഞ്, അന്ന് ഞങ്ങൾക്ക് വേലിയാണുള്ളത്, മതിൽക്കെട്ടൊന്നുമില്ല. ആ വേലിയുടെ ആ വാതിലിൻ്റെ അവിടെ, ഗേറ്റ് പോലുള്ളതിൻ്റെ നടുക്ക് കുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിനെ ബൈപ്പാസ് ചെയ്തു, ആ ഫാദറിനെ കവച്ച് വെച്ചിട്ടല്ലാതെ പോകാൻ സാധ്യമല്ല. അവിടെ ഇരിക്കുവാണ് ആൾ. സൺഡേ ഫുൾ ലീവ് എടുത്തിരിക്കുക. ഞാൻ പുറത്തേക്ക് വന്നു. ഞാൻ എൻ്റെ ഫാദറോട് പറഞ്ഞു, എന്ത് വേണം, എനിക്ക് എന്നെ പട്ടിണിക്ക് വേണമെങ്കിൽ ഇട്ടോ, എന്നെ തല്ലിക്കോ, പക്ഷേ ആരാധനകളിൽ എനിക്ക് പോകണം. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാം. പക്ഷേ ബൈബിൾ പറയുന്നു, ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യരെ അനുസരിക്കുന്നത് വിഹിതമോ. മാതാപിതാക്കളെ അനുസരിക്കണം, പക്ഷേ കർത്താവിൽ അനുസരിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ബൈബിൾ. അവർക്ക് അധികാരമുണ്ട്, അവരെ ബഹുമാനിക്കണം, പക്ഷേ അവരുടെ മുകളിലാണ് ദൈവം. ദൈവത്തിന് ഡിസ്പ്ലഷർ ഉണ്ടാക്കുന്ന രീതിയിൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ തടഞ്ഞാലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടായാലും ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നടന്ന് പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളം കഴിഞ്ഞ് ആ വഴിയിലൂടെ ഇങ്ങനെ പോയി കുറേ അധികം എത്തിയ സമയത്ത് എൻ്റെ ഫാദറിനെ കൈയടിച്ച് വിളിച്ചു, ഇവിടെ വന്നു. എന്നിട്ട് എൻ്റെ മുമ്പിലേക്ക് ആ സൈക്കിളിൻ്റെ താക്കോലൊരൊറ്റ എറിഞ്ഞിട്ടു. എൻ്റെ ഇഷ്ടത്തിന് പോകുന്നു പറഞ്ഞു. ഇഷ്ടമില്ലാതെയാണ് പറഞ്ഞത്, ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം ഒരിക്കലും അവരെ തടഞ്ഞിട്ടില്ല. എൻ്റെ പോളിസി വ്യക്തമായി. ഞാൻ എൻ്റെ ഫാദറിനോട് അന്ന് പറഞ്ഞു, എൻ്റെ കഴുത്ത് വേണേൽ വെട്ടിക്കളഞ്ഞു, പക്ഷേ ഞാൻ അതുവരെ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. വ്യക്തമായി ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ എടുത്ത തീരുമാനമാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനം വജ്രത്തേക്കാൾ കാഠിന്യമുള്ളതായിരിക്കണം. ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഈ ഭൂമിയിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ്, കാഠിന്യമുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമണ്ട്സ് ആണ്, വജ്രം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഹാർഡായിട്ടുള്ളത് പല്ലാണെന്ന് കേട്ടിട്ടുണ്ട്. അസ്ഥികളേക്കാൾ ബലമാണ് പല്ലുകൾക്ക്. പല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ശരിക്കും ആയിരക്കണക്കിന് വർഷം നിലനിൽക്കേണ്ട സാധനമാണ് ഇത്. കാരണം ആദ്യ സമയത്ത് ആദാമും കൂട്ടരൊക്കെ 900 ക്രോസ് ചെയ്ത് 969 വയസ്സ് വരെ മെഥൂശലഹ് ജീവിച്ചിരുന്നു, അല്ലേ? അപ്പോൾ അത്രയും
നിലനിൽക്കുന്ന ഒന്നാണ്, സ്റ്റഫാണ് പല്ല്. ഇതിനേക്കാളൊക്കെ, ഡയമണ്ടിനേക്കാളൊക്കെ കാഠിന്യമുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെ തെറ്റിക്കുന്ന ടെംപ്റ്റേഷൻസ് പലത് വരാം. 40 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതുപോലെ ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചുകൊണ്ടാണ് ഇന്നും ഞാൻ ദൈവകൃപയിലും വിശ്വാസത്തിൽ നിൽക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? എങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരേണ്ടത്? ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിൻ്റെ അടുക്കൽ വരണം, രക്ഷിക്കപ്പെടണം, സ്നാനമേൽക്കണം, സഭയിൽ ജീവിക്കണം, ആത്മനിറവിൽ ജീവിക്കണം, വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം, സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, സുവിശേഷം അറിയിക്കണം, സാക്ഷിയാകണം. ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല? ശരിയായ രീതിയിൽ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നേ. പിന്നെ പരിശുദ്ധാത്മ നമ്മളെ നയിക്കും. സോ ഇന്നലെ യേശുവിൻ്റെ അടുക്കലേക്ക് വരേണ്ട ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതെന്താണ്? ജസ്റ്റ് ആസ് യു ആർ. ആയിരിക്കുന്നത് എന്താണ് അതുപോലെ തന്നെ, ആ അവസ്ഥയിൽ തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. അപ്പോൾ മദ്യപാനിയായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ വരാം, തീർച്ചയായിട്ടും വരാം. ഞാൻ നടത്തിയിട്ടുള്ള മീറ്റിങ്ങുകളിൽ, ശുശ്രൂഷകളിൽ, ബ്ലെസ്സിങ് ഫെസ്റ്റുകളിൽ, ഞായറാഴ്ചകളിൽ പോലും മദ്യപിച്ച് ഇങ്ങനെ ആടി വരെ ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. തൃശ്ശൂർ ഒരു ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഒരു ടെൻ്റൊക്കെ അടിച്ചൊരു മീറ്റിംഗ് നടക്കുകയാണ്. ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നിരിക്കുക, ശുശ്രൂഷിക്കാൻ വേണ്ടി അവരെന്നെ വിളിച്ചു. ഞാൻ ചെന്ന് ശുശ്രൂഷിച്ചു. അവസാനം ഞാൻ വളരെ ടയേർഡായി, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ടയേർഡായി വണ്ടിയിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റേജിൻ്റെ സൈഡിൽ ഇരുട്ടത്ത് ഒരാൾ വന്ന് ഇങ്ങനെ നിൽക്കുക. ഒരാളല്ല, പല ആളുകളൊന്ന് ഇങ്ങനെ നിൽക്കുക, ആടിക്കൊണ്ട് നിൽക്കുക. കുടിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. കൈ വയ്ക്കുകയല്ല, ദൈവശക്തി ഇറങ്ങിയിട്ട് ആള് അടിച്ച് താഴെ വീണു. ദൈവശക്തി അയാളിലേക്ക് പാസ് ചെയ്തു. കുടിച്ച നിലയിൽ തന്നെ ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. രോഗിയാണെങ്കിൽ രോഗിയായി, പാപിയാണെങ്കിൽ പാപിയായി, മദ്യപാനിയാണെങ്കിൽ മദ്യപാനിയായി, ആ ഷേപ്പിൽ തന്നെ ചെല്ലാം. കാരണം ഇന്നലെ എപ്പിസോഡിൽ നിങ്ങൾ ആ പാട്ട് കേട്ടുകയാണ്, ജസ്റ്റ് ആസ് ഐ ആം. ക്ലാസിക് ബില്ലി ഗ്രഹാം ക്രൂസേഡിൽ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ പാടിയിരുന്ന പാട്ടാണ്. മലയാളത്തിൽ ഒരു പാട്ട് സാധാരണ കണ്ട് പാടുന്നത് കടന്നു വാ കടന്നു വാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു. ലോകത്തിൻ ഭാരം ചുമക്കും യേശുവിങ്കൽ നീ കടന്നുവാ. തളർന്ന നിന്റെ അന്തരാത്മാ ക്ലേശം നീക്കും, കടന്നുവാ കടന്നുവാ കടന്നുവാ. യേശു നിന്നെ
സ്നേഹത്തോടെ അരികിലുണ്ട്. കടന്നു വാ, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. അപ്പോൾ ആ ഒരു പാട്ട് എത്രയോ പേരെ യേശുവിലേക്ക് ഇങ്ങനെ ആകർഷിക്കുന്നു. ഈ ലോകബന്ധങ്ങളെല്ലാം വിട്ടുപോകും. എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ വാവ്, എത്ര ഭയങ്കരമാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ പോകാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകും ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെ വായിക്കുമ്പോൾ ഒരു റോയൽ ഒഫീഷ്യൽ, ഒരു വളരെ ഹൈ ലെവൽ ഒരു ഒഫീഷ്യൽ, റോയൽ ഒഫീഷ്യൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മലയാളമുണ്ട്, വായിക്കാം. അവൻ മീൻസ് യേശു പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. എല്ലാവർക്കും അറിയാം, യേശു ചെയ്ത മിറാക്കുലസ് സൈൻ, അത്ഭുതത്തിൻ്റെ അടയാളത്തിൽ ഒന്നാമത്തേത് കാനാവിൽ ഒരു കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയതാണ്. എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആണ്, അതറിയാത്ത ആരുമില്ല. ആ കാനാവിൽ, ഗലീലയിലെ കാനാവിൽ യേശു ചെന്നു. ഞാനിവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഏകദേശം ആ കാലഘട്ടത്തിലുള്ള കൽഭരണികൾ, യേശു വെള്ളം വീഞ്ഞാക്കിയ രീതിയുള്ള, അത് തന്നെയാണോന്നില്ല, എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ കൽഭരണികളൊക്കെ അവിടെ ഇപ്പോഴും, സ്റ്റോൺ ജാറുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് പല ലോകമെമ്പാടുമുള്ള പല ദമ്പതികളും, കപ്പിൾസ് വന്ന് ഈ കൈ പിടിച്ച് വിവാഹ ഉടമ്പടി റിന്യൂ ചെയ്യുന്ന ചടങ്ങൊക്കെ അവിടെ നടത്താറുണ്ട്. നമ്മളും പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എല്ലാ വിവാഹം കഴിഞ്ഞവരും കാനാവിലെ ആ ദേവാലയത്തിൻ്റെ സൈഡിലുള്ളൊരു ഹാളിൽ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെച്ച്, ചിലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ മോതിരം ഒന്നും കൂടി എടുത്തിട്ട് തിരിച്ചിടും. എന്നിട്ട് വെഡ്ഡിങ് കവനൻ്റെ റിന്യൂവൽ അവിടെ ചെയ്യാറുണ്ട്. ആ കാനാവിലെ ആ സ്ഥലത്ത് യേശു വീണ്ടും ചെന്നേക്കുവാണ്. അന്ന് മകൻ രോഗിയായിരുന്നൊരു രാജഭൃത്യൻ കഫർനഹൂമിലുണ്ട്, ഒരു റോയൽ ഒഫീഷ്യൽ. തൻ്റെ മകൻ രോഗിയാണ്. യേശു യഹൂദ്യദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. ഈ റോയൽ ഒഫീഷ്യൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാണ്. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. ഹി വാസ് എബൌട്ട് ടു ഡൈ. സ്വന്തം മകൻ മരിക്കാൻ പോവുക. എങ്ങനെയെങ്കിലും ഒന്ന് സൗഖ്യമാക്കണം എന്ന് ഈ മനുഷ്യൻ അപേക്ഷിക്കുക. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങൾ അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ പ്രകൃതമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടെങ്കിൽ മാത്രമേ പലരും വിശ്വസിക്കൂ. എന്നാൽ കർത്താവ് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ലോകത്ത് എവിടെയെങ്കിലും ഒരു മിറക്കിൾ എന്ന് കേട്ടാൽ ജനം ഓടും. മിറക്കിൾസ് പലതരത്തിലുണ്ട്, പ്രധാനമായ 2 തരത്തിൽ. ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ. 2, പിശാചിൽ നിന്നുള്ള കൗണ്ടർഫീറ്റ് മിറക്കിൾസ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ നിന്നും ജനങ്ങളെ ശ്രദ്ധ വഴിതിരിച്ച് തന്നിലേക്ക് കൊണ്ടുവരാൻ വളരെ ഡിസെപ്റ്റീവായി പിശാച് ചെയ്യുന്ന അത്ഭുതങ്ങളുമുണ്ട്. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. പൈതൽ മരിക്കും മുമ്പേ വരണമേ. എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൻ ചത്തുപോകുന്നതിന് മുമ്പ് വേഗത്തിൽ, കാരണം മരണാസന്നനായിരിക്കുക. യേശുവിനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
യേശു പറഞ്ഞു ഇത്രേ ഉള്ളൂ, പൊക്കോ, എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഇതല്ലാതെ ഒന്നും ചെയ്തില്ല. മരുന്ന് കൊടുത്തില്ല, ഒരു വടിയെടുത്ത് കയ്യിൽ കൊടുത്തില്ല. ഇത് ചെല്ലുമ്പോൾ ഈ വടിയെടുത്ത് മോൻ്റെ മേലെ വെച്ചാൽ മതി. ഒരു ടവല് കൊടുത്തില്ല, എണ്ണ പ്രാർത്ഥിച്ചു കൊടുത്തില്ല, വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. വെറുതെ വാ കൊണ്ട് പറഞ്ഞു, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു, യുവർ സൺ ഈസ് അലൈവ്. വേറൊന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഞാനിതിനെ വിളിക്കുന്നത് ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നാണ്. അന്ധവിശ്വാസമല്ല, അന്ധമായ വിശ്വാസം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ സൂപ്പർസ്റ്റിഷനാണ്. അത് തെറ്റായ വിശ്വാസമാണ്, ഇറാഷണൽ ബിലീഫ് സിസ്റ്റമാണ്. എന്നാൽ ഇതല്ല. ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക, പറഞ്ഞത് അതുപോലെ തന്നെ വിശ്വസിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മളോടാണിത് പറയുന്നത്. വീട്ടിൽ നമ്മുടെ മകൻ മരിക്കാൻ കിടക്കുമോ? യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ആ പ്രാർത്ഥിച്ചിട്ട് ആൾ പറയുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ, മോൻ ജീവിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിന്ത, കുഴപ്പമൊന്നുമില്ലെന്ന് വെറുതെ വാഗൊണ്ട് പറഞ്ഞാൽ അവിടെ കുഴപ്പം മാറും. എന്താണ് അതിന് തെളിവ്? എന്തെങ്കിലും ഒരു സാധനം പ്രാർത്ഥിച്ചെങ്കിലും തന്നുവിടണം, അല്ലെങ്കിൽ കൂടെ വന്ന് അവിടെ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? ഇവിടെ യേശു പ്രാർത്ഥിച്ചതായി കാണുന്നില്ല. ഉടൻ തന്നെ, പിതാവേ, ഈ രാജഭൃത്യൻ്റെ മകൻ മരണാസന്നനായിരിക്കുന്നല്ലോ, ഇപ്പോൾ പിതാവേ അവനെ നീ സൗഖ്യമാക്കണമേ, ജീവനിലേക്ക് മടക്കി വരുത്തണമേ. ഇങ്ങനെയൊന്നും യേശു പ്രാർത്ഥിച്ചിട്ടില്ല. ചുമ്മാ പറഞ്ഞു, പൊക്കോ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ അവിടെ പറഞ്ഞ് യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഒന്നും ചെയ്തില്ല, തിരിച്ചു ചോദിച്ചില്ല, സംശയിച്ചില്ല. ഒരു ഡൗട്ട്, ശരിക്കുമാണോ? ശരിക്കും വിശ്വസിക്കാമോ? എപ്പോഴാണിത് സൗഖ്യമായത്? എന്തായിരുന്നു രോഗം? അങ്ങൊന്ന് പറയാമോ? ഇതൊന്നും ചോദിച്ചില്ല, പറഞ്ഞു, യൂട്ടേൺ എടുത്ത് പോയി. എന്താണ് ഇതിൻ്റെ പേര്? കം ടു ജീസസ് വിത്ത് ബ്ലൈൻഡ് ഫെയ്ത്ത്. അന്ധമായി വിശ്വസിച്ചുകൊണ്ട് വരിക. വചനം എന്ത് പറയുന്നു അതുപോലെ തന്നെ വിശ്വസിക്കാൻ. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത്. നമുക്ക് സംശയങ്ങളുണ്ട്, നമുക്ക് അവിശ്വാസമുണ്ട്, നമുക്ക് അല്പവിശ്വാസമുണ്ട്, നമുക്ക് യുക്തി ചിന്തകളുണ്ട്. നമ്മുടെ ഫിലോസഫി ഉണരും, നമ്മുടെ യുക്തി ചിന്തകൾ ഉണരും. എന്നാലും ഇതിങ്ങനെ ഒരു വ്യക്തി വാഗൊണ്ട് പറഞ്ഞാൽ എൻ്റെ മകൻ എഴുന്നേൽക്കും. ഹോ, ഞാൻ കണ്ടപ്പോൾ അവനിങ്ങനെ തളർന്നു കിടക്കുക, ശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ സാധ്യം. അതുപോലെ അവശനാണ്. ഇങ്ങനെ വാഗൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും? പക്ഷെ ഇവിടെ പറയുന്ന യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. വാട്ട് വാസ് ദ റിസൾട്ട്? ഇതാ നോക്കൂ, അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് അവൻ്റെ ഒരു ഹൈ ലെവൽ പാർട്ടിയാണല്ലോ, അവൻ്റെ സെർവൻസ് ഇങ്ങോട്ട് വരിക, ഇവനെ അന്വേഷിച്ചു. പോകുന്ന വഴിക്ക് പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. സോ ബ്ലൈൻഡ് ഫെയ്ത്ത് ബ്രോട്ട് ദാറ്റ് റിസൾട്ട്. ഭയങ്കരമല്ലേ ഇത്? അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ഇത് അപ്പോൾ ചോദിക്കുവാണ്, ക്യൂരിയോസിറ്റി, എപ്പോഴാ? അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇയാൾ ഇവിടെ നിന്ന് കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ ഫാസ്റ്റായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അന്നില്ല. താൻ തൻ്റെ വീടിനോട് അടുക്കുന്നത് പിറ്റേ ദിവസമാണ്. ഒരു പക്ഷേ അന്ന് രാത്രി തന്നെ പോയിരുന്നെങ്കിൽ എത്തുമായിരുന്നു. ഒരു പക്ഷെ അന്ന് രാത്രി ഈ മനുഷ്യൻ അവിടെ എവിടെയെങ്കിലും ഉറങ്ങി. ഉറങ്ങാൻ കാരണം എന്താ? ഉറങ്ങാൻ കാരണം അദ്ദേഹത്തിൻ്റെ അകത്ത് വിശ്വാസമുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വെപ്രാളം പിടിച്ചൊന്നും വീട്ടിലോട്ട് ഓടേണ്ട ആവശ്യമില്ല, എൻ്റെ മകൻ അവിടെ ജീവിച്ചിരിക്കുന്നു. ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. അതുകൊണ്ട് അന്ന് രാത്രി ഒരുപക്ഷെ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം യാത്ര തുടർന്ന് അവിടെ എത്തുമ്പോൾ, ഇവിടെ 7 മണി ഉദ്ദേശിക്കുന്നത് ഈ 1-ാം മണി 2-ാം മണി 3-ാം മണിന്ന് അവർ കണക്കൂട്ടുന്നത് രാവിലെ 6 മണി മുതലാണ് ഇങ്ങനെ കണക്കൂട്ടുന്നത്. അതനുസരിച്ച് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 1 മണി സമയമാണ് ഈ പറയുന്നത് നമ്മുടെ കണക്കിൽ. തലേ ദിവസം പിറ്റേ ദിവസമാണ് ഈ മനുഷ്യൻ അവിടെ എത്തുന്നത്.
ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അവൻ ഗ്രഹിച്ചു. എന്ന് അപ്പൻ ഗ്രഹിച്ചു, താനും കുടുംബം ഒക്കെയും വിശ്വസിച്ചു. അതിൻ്റെ അർത്ഥം തലേ ദിവസം 1 മണിക്കാണ്, ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കാണ് ഈ മനുഷ്യൻ യേശുവിനെ കണ്ടിട്ട് കാണുമ്പോൾ യേശു പറയുന്നത് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. സെയിം മൊമെൻറ്റിൽ അവിടെ സൗഖ്യം നടന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, സ്പിരിറ്റിൽ ദൂരമില്ല. ദർ ഈസ് നോ ഡിസ്റ്റൻസ് ഇൻ ദ സ്പിരിറ്റ് റെലം. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഇടുക, യേശുവിൽ അന്ധമായി വിശ്വസിക്കുക. അന്ധമായി വിശ്വസിക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, ദൈവമാണ്, വേറെ ഒന്നുമല്ല. വേറെ ആരെയും നമുക്ക് അന്ധമായി വിശ്വസിക്കാൻ സാധ്യമല്ല. വാക്ക് മാറ്റും, വാക്ക് പിഴയ്ക്കും, പല സംഭവങ്ങളുണ്ടാകും. എന്നാൽ യേശുവിനെ നമുക്ക് അന്ധമായി വിശ്വസിക്കാം. ഹലോ, യേശുവിനെ നമുക്ക് അന്ധമായി വിശ്വസിക്കാം. അങ്ങനെ ഇവിടെ സംഭവിച്ചത്, ഈ രാജഭൃത്യൻ അല്ലെങ്കിൽ റോയൽ ഒഫീഷ്യൽ മാത്രമാണ് ആദ്യം അന്ധമായി വിശ്വസിച്ചത്. ഞാൻ വീണ്ടും പറയുന്ന, അന്ധവിശ്വാസമല്ല, അന്ധമായ വിശ്വാസം. സൂപ്പർസ്റ്റിഷനല്ല, ബ്ലൈൻഡ് ഫെയ്ത്ത്. ഒന്നും നോക്കാതെ നമ്മളിങ്ങനെ പറയും, കണ്ണടച്ച് വിശ്വസിക്കുക. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ യേശുവിനെ കണ്ണടച്ച് വിശ്വസിക്കുക, അല്ലെങ്കിൽ യേശുവിനെ മാത്രമേ കണ്ണടച്ച് വിശ്വസിക്കാനാവൂ. വാ. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നൊരു കാര്യം ഇതാണ്, നിങ്ങളിൽ പലർക്കും ഇങ്ങനൊരു വിശ്വാസം പരിശുദ്ധാത്മാവ് ഈ നിമിഷം ഇമ്പാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മരണാസന്നമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇനി ഹോപ്പില്ല എന്ന് പറയപ്പെടുന്ന അവസ്ഥകൾ, ഇതിലൊക്കെയും ഒരു ഭയങ്കരമായ വിടുതൽ കർത്താവ് തരികയാണ്. ഈ 54-ാമത്തെ വചനത്തിന് ശേഷം പറയുന്നത്, യേശു യഹൂദിയിൽ നിന്ന് ഗലീലിൽ വന്നപ്പോൾ ഇത് 2ാമത്തെ അടയാളമായിട്ട് ചെയ്തു. യേശു യഹൂദിയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2ാമത്തെ അടയാളമായിട്ട് ചെയ്തു. ആദ്യം ഒരു അടയാളം ചെയ്തു, അതാണ് വെള്ളം വീഞ്ഞാക്കിയത്. ഇതിനൊക്കെ സൈൻ എന്നാണ് പറയുന്നത്. സൈൻ എന്ന് പറഞ്ഞാൽ ഒരു അടയാളമാണ്, ഒരു വിരൽ ചൂണ്ടിയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, വിരൽ ചൂണ്ടിക്കൊണ്ട്. സൈൻ ബോർഡ് കണ്ടിട്ടില്ലേ? മലപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ആരോ മാർക്ക് അല്ലേ, കൊയിലാണ്ടിയിലേക്ക് ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അടയാളമാണ്, ഒരു വിരൽ ചൂണ്ടിയാണ്. എന്താണത്? ഇതുപോലെ പ്രവർത്തിച്ച യേശുവിന് എൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ കഴിയും. ഇതുപോലെ ചെയ്തവന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. ഒരടയാളമാണിത്. ഇതൊരടയാളമാണ്, വിശ്വസിക്കാനുള്ളൊരടയാളം. അവർ അങ്ങനെ വിശ്വസിച്ചു. ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രതിഭാസമാണ്, ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നല്ലാത്ത ആളുകളാണ് നമ്മുടെ മീറ്റിങ്ങുകളിൽ ആദ്യ അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നത്, സൗഖ്യമാകുന്നത്, ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കുക. കാരണം നമുക്ക് സംശയിക്കാൻ അറിയില്ല. ക്രിസ്ത്യാനികൾക്ക് സംശയിക്കാൻ അറിയാം. കാരണം സൺഡേ സ്കൂൾ മുതൽ അതും ഇതൊക്കെ കേട്ടു, കാര്യമായിട്ടൊന്നും ജീവിതത്തിൽ നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ പ്രസംഗിക്കുന്നവരൊക്കെ തട്ടിവിടുമെങ്കിലും ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴെങ്ങും നിറവേറാൻ പോകുന്നില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് വിശ്വസിക്കുന്നത്, സംശയത്തോടെ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ റോയൽ ഒഫീഷ്യൽ അങ്ങനെയല്ല വിശ്വസിച്ചത്. ഓ മൈ ജീസസ്, ഇന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സ്പിരിറ്റ് റെലമിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് പോലെ നിങ്ങളുടെ അകത്തേക്ക് ഇതുപോലെ വിശ്വസിക്കാൻ, കണ്ണടച്ച് വിശ്വസിക്കാൻ, കണ്ണും പൂട്ടി വിശ്വസിക്കാൻ, അന്ധമായി വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു കൃപ നൽകുകയാണ്. ആർക്ക് വേണം? കൈ ഇങ്ങോട്ട് നീട്ടിപ്പിടിക്കാമോ? നിങ്ങൾ കാണുന്നൊരു മൊബൈലിലായിരിക്കാം, കമ്പ്യൂട്ടർ സ്ക്രീനിലായിരിക്കാം, TV സ്ക്രീനിലായിരിക്കാം. ചെറുതോ വലുതോ സ്ക്രീൻ എന്തോ ആയിക്കോട്ടെ, സ്ക്രീനിൻ്റെ സൈസല്ല, നിങ്ങൾ വിശ്വാസത്തിൻ്റെ സൈസ് ഇങ്ങോട്ട് നീട്ടിക്കോ. കർത്താവേ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഈ രാജഭൃത്യനുണ്ടായതുപോലെ വിശ്വാസം ജനങ്ങൾക്കുണ്ടാകട്ടെ. ഈ നിമിഷം തന്നെ ഒരു ഹോപ്പുമില്ലാത്ത വിഷയങ്ങളിൽ ഹോപ്പുണ്ടാകട്ടെ, പ്രത്യാശ ഉണ്ടാകട്ടെ, പ്രതീക്ഷ ഉണ്ടാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, വിട്ടുമാറാതെ പിടിച്ചു നിൽക്കുന്ന ദുശീലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി. എല്ലാവരും എന്ന് പറഞ്ഞ് ഞാനത് സ്വീകരിക്കുന്നു. കർത്താവിന് ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാവർക്കും ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.